സുഹൃത്തുക്കളെ, നമ്മൾ തന്നെ പരിഹരിക്കും. മൂന്നാമത്തെ ആൾ വന്ന പ്രശ്നമാവുക ചെയ്യുക. പരിഹരിക്കൽ വേറൊരാളെ ഇടപെടുത്തിയ പ്രശ്നമാവും. ഭാര്യ പോയിട്ട് അവളെ വീട്ടിൽ പറഞ്ഞ പോലെ ഇടപെട്ടാൽ അവിടെ പ്രശ്നമാവുക ചെയ്യും. മനസ്സിലായി? നമ്മൾ പോയി നമ്മുടെ വീട്ടിനോട് പറഞ്ഞാലും പ്രശ്നമാവുക ചെയ്യും. എല്ലാ വിവാഹമോചനങ്ങളും ബന്ധം തകർക്കാനൊക്കെ പലപ്പോഴും ബന്ധുക്കൾ വരാൻ കാരണം അവർ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴാണ്. നമ്മൾ തന്നെ പരിഹരിക്കും. നമ്മുടെ സ്വകാര്യതകളിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം എന്താണ്? വിശാലമായൊരു വിട്ടുവീഴ്ച നൽകുക. വിട്ടുവീഴ്ച വളരെ പ്രധാനമാണ്. എന്നോ ഉണ്ടായ സംഭവം മനസ്സിനിങ്ങനെ കൊണ്ടുനടക്കണം. എന്തിനാ സുഹൃത്തുക്കളെ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് മാപ്പ് കൊടുത്തൂടെ? അല്ലേ? ആയിഷ റളിയല്ലാഹു പറ്റി വലിയ ആരോപണം പറഞ്ഞ് പ്രചരിപ്പിച്ച ആൾക്ക് കൊടുത്തിരുന്ന സഹായം കൊടുക്കില്ലെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിതാവ് സത്യം ചെയ്തപ്പോൾ അള്ളാഹു തിരുത്തിയില്ലേ? തിരുത്ത മാത്രമല്ല, അള്ളാഹു അവസാനം ചോദിച്ചത്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്നാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാതിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് ഒരു മാപ്പ് കൊടുക്കാൻ, സ്വന്തം ഭർത്താവിന് ഒരു മാപ്പ് കൊടുക്കാൻ, അതിലുപരി ക്ഷമയാണ് പ്രധാനം. ക്ഷമിക്കുക, പൊട്ടിത്തെറിക്കരുത്, ക്ഷമിക്കുക. ക്ഷമയില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ തലയില്ലാത്ത ഉടൽ പോലെയാണ്. ക്ഷമയില്ലാതെ ഒരു കാര്യത്തിലും മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റും. കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും ആണിക്കല്ലാണ് ക്ഷമയും സഹനവും എന്നത്. പരസ്പരം വിട്ടുവീഴ്ചയും ക്ഷമയും സഹനവും ഉണ്ടായി ഒരു സ്വർഗ്ഗതുല്യമായ ജീവിതം നയിക്കാൻ ദാമ്പത്യത്തിന് പറ്റും. അത്രമാത്രം സന്നദ്ധരാണ്, അത്രമാത്രം ത്യാഗസന്നദ്ധരാണ് നമ്മുടെ ഇണകൾ. അത്ര വലിയ ജോലിയാണ് അവർ ചെയ്തത്, അത്ര ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നത് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി. അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റിയാൽ മതി. ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രമാത്രം മാനസിക വിഷമവും അധ്വാനവുമാണ് ഒരു കുടുംബനാഥൻ പുരുഷൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അധ്വാനത്തെയും അദ്ദേഹത്തിന്റെ ത്യാഗത്തെയും ഒരു ഭാര്യ വിലമതിച്ചാൽ മതി. പരസ്പരം അറിഞ്ഞും പരസ്പരം ഇഷ്ടപ്പെട്ടും പരസ്പരം കൂടി ജീവിച്ച് ഓരോരുത്തരുടെയും പ്രകൃതിയും സ്വഭാവവും മനസ്സിലാക്കിയും വിചാരിച്ചും ഉദ്ദേശിച്ചും പെരുമാറുകയാണെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇനിയും നീണ്ടുപോവാതെ ഇന്നത്തെ ഈ വെള്ളിയാഴ്ചയിൽ ഒരു പുതിയ ജീവിത മാറ്റത്തെക്കുറിച്ച് ദമ്പതികൾ ആലോചിക്കണം. സമാധാനം